Go that side. It's okay. Carry on. Take that. Okay, Amma. എന്റെ ബാഗ് എടുക്കട്ടെ. Hey, no problem. It's my pleasure. അത് ശരി. ഇവളുടെ ഉള്ള കുന്ത്രാട്ടം. You stupid, idiot, fool. പോടാ. അപ്പൊ കേരളത്തിൽ നിന്ന് കുറ്റം പറിച്ചിറങ്ങിയതാണല്ലേ? നടക്കണ വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത്. വായി നോക്കി. കണ്ണു കണ്ടുകൂടാ തനിക്ക്? ഇത് പബ്ലിക് പ്ലേസാ. തലേ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ വിളിച്ചേ? പൊട്ടക്കണ്ണൻ. ഒന്നും കൂടി വിളിക്കടി. പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കടി. പൊട്ടക്കണ്ണൻ. വിളിക്കൂടി, നീയൊക്കെ സാമ്പിളാടി. അയ്യോ, എന്നെ മെഷീൻ കൊണ്ടോണോ? പൊട്ടക്കണ്ണൻ, പൊട്ടക്കണ്ണൻ, അടി. അങ്ങോട്ട് മാറ്, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്. ഈ ശവത്തിന്റെ അടുത്ത് തന്നെയാണല്ലോ വന്ന് പെട്ടത്. മുത്തശ്ശി കാശിക്ക് പോവാണോ? ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇതിലൊക്കെ വലിഞ്ഞേറി വരണത്. ചന്തക്ക് പോണ പോലെ ചട്ടിയും വട്ടയും കൊട്ടായിട്ട് ഇറങ്ങിയിരിക്കുക. ഇയാൾ എന്നോട് മിണ്ടണ്ട. പഞ്ഞി. താങ്ക് യു. You, ma'am? ഈശ്വരാ. നോട്ടി. മൂക്കിൽ പഞ്ഞി. താങ്ക് യു. ഗംഗാജല അത്. ദൈവമേ, പൈലറ്റിന്റെ കയ്യിൽ നിന്ന് പോയി ആകാശത്ത് വെച്ചത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ എന്നെ രക്ഷിക്കണേ. സ്നാനം സ്നാനം സ്നാനം. സ്നാനം സ്നാനം. You bloody idiot! Passengers, kindly be seated, please. Thank you. Thank you. ഹലോ സാർ. അയ്യോ, നീ എന്നടാ ഇങ്ങ പண்ற? അപ്പൊ ഞാനൊരു കല്യാണത്തിന് പോണ സാർ. എന്താ കല്യാണം? അങ്ങനെയൊന്നുമില്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ. യാര് ഫ്രണ്ട്? അത് പിന്നെ സാറേ, എനിക്ക് 10-150 ഫ്രണ്ട്സ് ഇല്ലേ, അതിലേതെങ്കിലും ഫ്രണ്ട് സാർ അറിയോ? നോട്ടി ഫ്രണ്ട്. അല്ല, ഈ വെള്ളച്ചാമി. എന്ത് വെള്ളച്ചാമി? ആള് കറുപ്പാ, പക്ഷെ പേര് വെള്ളച്ചാമി. എന്താ അങ്ങനെ? കല്യാണத்துக்கு പോരെ, ഫസ്റ്റ് ക്ലാസ്സിലെ പോരെ, വസതിയാ இருக்க போல இருக்கு. ഇതാണ് സാർ, നിങ്ങൾ ഈ പോലീസുകാർക്ക് ആരും നന്നായാലും പിടിക്കില്ല, എല്ലാവരും സംശയ. ശരി ശരി, ഓക്കർ. പോകുമ്പോൾ എന്നെ നീ പാക്കണം. എക്സ്ക്യൂസ് മീ. പാമ്പ് കടിയാനായിട്ട് അതും ലേറ്റ് ആയോ? ഇതൊക്കെ റോട്ടിൽ കൂടെ പോണേ.
सर रुकिए, आपको साहब बुला रहे हैं. എന്തുട്ട് എന്താ സാർ? ഇറങ്ങുമ്പോൾ വന്ന് പാക്കണമെന്ന് சொன்னல. അത് ഞാൻ ആദ്യം ഞാൻ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ പിന്നെ ഇവരുടെ उस बैग में क्या क्या देखो. ഒന്നുമില്ല സാർ. उसका भी तलाशी लो. സൂക്ഷിച്ചൊക്കെ ചെയ്യണേ, ലിക്കിളിയാവേ. ഇല്ലല്ല, ഈ താഴെ കണ്ട. ओके गिव इट हिम. हां പോ. താങ്ക് യു സാർ. എന്തിനാ പോലീസ് പിടിച്ചേ? പിന്നെ കള്ളന്മാർ ആദ്യമായിട്ടല്ലേ പോലീസ് പിടിച്ചത്? അയ്യോ, അപ്പൊ അവരെ മാല പിടിച്ചോ? പതുക്കെ പറ. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ? ഒന്നും വെറുതെ ആയിട്ടില്ല. ആ പെണ്ണെവിടെ? ഏത് പെണ്ണ്? നിന്റെ അടുത്തൊരു പെണ്ണിന്റെ പുറകെ പോകാൻ ഞാൻ പറഞ്ഞില്ലേ? അയ്യേ, ആ ഉള്ളി തോല. അതിന്റെ പുറകെ അച്ഛൻ പോവും. ഞാൻ കുറച്ചാട് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. വാട്ടിമ തുണിയിട്ട സാധനം. എടാ, പോലീസുകാരെ പേടിച്ചിട്ട് ഞാൻ ആ മാല പെണ്ണിന്റെ ബാഗിലായിട്ടിരിക്കുന്നത്. അയ്യോ, അവളൊരു ടാക്സി പിടിച്ചു പോയി. ടാക്സി വിളിച്ചു പോയാ? എയർപോർട്ട് ടാക്സി ആണോ? എന്നാ നമുക്ക് അക്കൗണ്ടിൽ പോയി ചോദിക്കാം. അവളെ കോത്താഴത്തേക്ക് പോയെന്ന്. അവളെ കിട്ടില്ല, നിന്നെ കൊല്ലും. Excuse me, in which room is Mr. Felix? 1 minute. He is in 227. Could you please connect me? 1 minute. Sorry ma'am, he is on DNT. What? Do not disturb. But I have to speak to him. No, you can't. എന്തൊരു കഷ്ടം ഇത്. It's okay, but now it's not possible ma'am. എന്താ വേണ്ടേ? ഞാൻ 227 ഫെലിക്സിനെ കാണാൻ വന്നതാ. എനിക്കിപ്പോ കണ്ടേ പറ്റൂ. അയാൾ അവിടെ ഉണ്ടാവും, കുളിക്കോ മറ്റോ ആവും. ഇപ്പൊ കാണാൻ പറ്റില്ല. കുട്ടി വെയിറ്റ് ചെയ്യൂ, DNT മാറി കഴിയുമ്പോൾ അറിയിക്കാം. ഇത് എവിടുത്തെ ഏർപ്പാടാ? ഇവിടുത്തെ ഏർപ്പാട് ഇങ്ങനെ, വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. വെയിറ്റ് ചെയ്യൂ. ഹായ്, മലയാളിയാണല്ലേ? ടോയ്ലറ്റ്. എക്സ്ക്യൂസ് മീ. യെസ്. ഞാൻ ഇപ്പൊ വരാം. ഈ ബാഗ് ഒന്ന് നോക്കിക്കോളൂ. നോ പ്രോബ്ലം. വേണമെങ്കിൽ ആ ബാഗ് കൂടെ ഇവിടെ വെച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. ഐ ഡോണ്ട് മൈൻഡ്. താങ്ക്സ്. ഓക്കെ. ഒന്നുമില്ല. എവിടെ പോണേ? അയ്യോ, എന്റെ ബാഗ് പോയി. ദൈവമേ, ഞാൻ ഇവിടെ വെച്ചിരുന്ന എന്റെ ബാഗ് ഒന്നും കാണാനില്ല. അയ്യോ. ഹലോ, എന്താ പ്രശ്നം? എന്റെ ബാഗ് പോയി. അയ്യോ, ബാഗ് പോയാ? എടി ഒരു പെട്ടോളെ, നീ എവിടെയാണ് ബാഗ് വെച്ചത്? എന്റെ ബാഗ് പോയ തനിക്ക് എന്താടോ? അത് നിന്റെ ബാഗായാലും അത് എന്റെ ബാഗ് പോലെയല്ലേ? എന്റെ ബാഗായാലും നിന്റെ ബാഗായാലും ബാഗ് ബാഗല്ലേ? നിർത്തി. ഇയാളെ തനിക്കറിയോ? എനിക്ക് ഇയാളെ ഒരു പരിചയമില്ല. അവിടുത്തെ എയർപോർട്ട് തൊട്ടേ എന്റെ പിന്നാലെയുണ്ട്. ഇയാളായിരിക്കും ബാഗ് എടുത്തത്. ഞാൻ അനാവശ്യം പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ താനിങ്ങോട്ട് വന്നേ? അപ്പൊ ഞാൻ ഒരാളെ കാണാൻ. ആരെ? എന്റെ ക്ലോസ് ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? അശോക്. ഏത് അശോക്? അശോക് ചക്രവർത്തി. അതൊരു രാജാവാണല്ലോ. ആ രാജാവല്ല, ഇത് ബംഗാളി ചക്രവർത്തി. എന്താ ബിസിനസ്? വാറിന്റെ. വാറോ? കുവൈറ്റ് വാറോ, ഇറാഖ് വാറോ? ആ വാറല്ലേ ഈ വാറ്. ഇത് ഈ ചെരുപ്പിന്റെ ബാഗിന്റെ ഒക്കെ വള്ളിയില്ലേ? വാർ. അല്ല, അയാൾക്ക് എന്താ ബിസിനസ് ആയാലും തനിക്കെന്താ? തന്റെ ബിസിനസ് നോക്കിയാ പോരെ? പോലീസ്. ഈ കുട്ടിയുടെ കംപ്ലൈന്റ് അനുസരിച്ച് മെഡ്രാസ് എയർപോർട്ട് മുതൽ താൻ ഈ കുട്ടിയെ ഫോളോ ചെയ്യാണ്. അതെ സാർ. സാർ, ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നിട്ട് തിരിഞ്ഞു നോക്കിയാ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ സാർ. മദ്രാസ് മുതൽ ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നു എന്ന് പറഞ്ഞ് ഞാനൊരു കംപ്ലൈന്റ് എഴുതി തന്ന സാർ ആക്ഷൻ എടുക്കുവോ? നീ ഈ പെൺകുട്ടിയുടെ ബാഗ് എടുത്തോടാ. ഇല്ല സാർ, ഒരു ബാഗ് വെച്ച് കഴിഞ്ഞാൽ എന്തും കിട്ടാനാണ് സാർ? ഇവളെ കണ്ടാൽ അറിഞ്ഞൂടെ അവളുടെ ബാഗിനകത്ത് കപ്പലിൽ തൊട്ടല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ലെന്ന്? ഒന്നുമില്ല, ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ സാർ? പിന്നെ സാറിന് അറിയാലോ, ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി. പോ. ആയിക്കോട്ടെ സാർ, താങ്ക് യു. സാർ, എന്താ കുട്ടി, ഒരു കംപ്ലൈന്റ് എഴുതി കൊടു, ഞാൻ അന്വേഷിക്കാം. ഏയ് വിളിച്ചോളൂ സാർ. വാ സാർ, 2 കൊടുത്താൽ അവൻ സത്യം പറയും. தேவையில்ல. அவன் இப்ப என்ன நினைச்சிருக்கான்னா, ஒரு பேக் கேஸுக்காக விசாரிக்கிறேன்னு. உனக்கு தெரியாது, என் மகனோட உயிரை காப்பாத்தினதே இவன் தான். ஒளிஞ்சு விளையாடும் போது அவன் சேஃபுக்குள்ள ஏறி உட்காந்துட்டான். சேஃப் லாக் ஆயிடுச்சு. என் குழந்தை அதுக்குள்ள மூச்சு விட முடியாம செத்து போயிருப்பான். இவன் தான் அதை ஓபன் பண்ணி கொடுத்தான். அது இங்கிலாந்துல பண்ண லாக்மேன் கம்பெனியோட சேஃப். அதை செஞ்சவங்களால மட்டும்தான் ஓபன் பண்ண முடியும்னு சொல்றாங்க. அந்த மாதிரி லாக்கர்ல தான்
எக்ஸிபிஷன் ஹால்ல திருட்டு போன இளவரசியோட நகைகளை வச்சிருந்தாங்க. அதனாலதான் இவன் மேல எனக்கு சந்தேகம். നമുക്ക് അവനെ ക്വസ്റ്റ്യൻ ചെയ്തൂടെ? அதுக்கு என்ன ஆதாரம்? மெட்ராஸ்ல இருந்து ஃபிளைட்ல அவன் இருந்தாங்கிறதா? அது மட்டும் இல்ல, இந்த செயின் தொலைஞ்சு போனது போலீஸ்க்கு மட்டும்தான் தெரியும். 20 நாளுக்குள்ள இந்த நகைகளை ஸ்பெயினுக்கு திருப்பி அனுப்பணும். அதுக்குள்ள இந்த செயினை கண்டுபிடிக்கணும். திருடங்கிட்ட இருந்து விலை கொடுத்து வாங்கணும்னா அதுக்கும் கவர்மெண்ட் ரெடியா இருக்கு. இது போலீஸோட மான பிரச்சனை. இது பத்திரிக்கைக்காரங்களுக்கு கூட தெரியக்கூடாது. அதுதான் ஆர்டர். அதனால അവൻ എങ്ക പോന്നാലും അവൻ മേലെ ഒരു കണ്ണിരിക്കണം. കള്ളന്മാരുടെ ടോക്കൺ ഇട്ടാ പോലീസുകാരെ നമ്പാൻ കൊള്ളില്ലെന്ന്. പിടിച്ച എടോ, താൻ പോലീസുകാരോട് പറഞ്ഞില്ലേ ഒരുത്തിനെ താൻ ബാഗ് നോക്കാൻ ഏൽപ്പിച്ചു? അതിന്? ഏയ് അതിനൊന്നുമില്ല. അവനൊരു ബ്രൗൺ കളർ സ്യൂട്ടാണ് ഇട്ടിരുന്നത്, കണ്ണടിയൊക്കെ വെച്ചിട്ട്. ഇയാൾക്കറിയോ അയാളെ? ബാഗ് വേണമെങ്കിൽ എന്റെ കൂടെ വാ. പുതിയ മോഡൽ ബെൻസിന്റെ സ്റ്റിയറിംഗോ? വണ്ടി എവിടെ കൊണ്ട് കാണിച്ചു തന്നാ മതി, സാധനം നാളെ കൊണ്ട് തരാം. എടാ, ഈ പെണ്ണിന്റെ കട്ടെടുത്ത സാധനങ്ങൾ എവിടെടാ? എന്ത് സാധനം? ഏത് സാധനം? നിനക്ക് അറിയില്ലല്ലേ? പറയടാ. ഷെയർ തരാം. ഷെയറോ? ഞാൻ തരാം. നീ സർക്കസ് കളിക്കണ്ടെങ്കിൽ എടുക്കടാ. അയ്യോ, ബാഗിൽ എല്ലാ സാധനങ്ങളുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. കൊണ്ടുപോ. തനിക്ക് എങ്ങനെ അറിയാം എന്റെ സാധനങ്ങള്? ഞാൻ നോക്കാം. ഒരു ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അയ്യോ, ഇതിൽ വെച്ചിരുന്ന കാശുമാലൊന്നും കാണാനില്ല. അയ്യോ, ഞാൻ നോക്കാം. എവിടെ കാണാനില്ല? ഞാനത് വിറ്റു, കുറച്ച് കാണാണ്ടായിരുന്നല്ലോ, കൊടുത്തു തീർത്തു. ഇതിനകത്ത് വേറെ വല്ല കിട്ടിയോടാ? എനിക്കൊന്നും കിട്ടിയില്ല. കിട്ടിയില്ലേ? നിന്നെ ഞാൻ വേണ്ട. ഇപ്പൊ കയ്യിലുള്ള കാശും വളയെ മാല മാത്രമേ പറ്റുള്ളൂ. കുറച്ചു നേരം ഇവിടെ നിന്നാ മറ്റു പലതും പോവും. ഇത് കള്ളന്മാരുടെ സ്ഥല. വേഗം സ്ഥലം വിടാൻ നോക്ക. ഞാൻ പോവില്ല. പോവില്ല? ഇറങ്ങണേ വെളിയിൽ. എങ്ങോട്ടാ? ഇങ്ങനെ എന്റെ പുറകെ? തീവണ്ടിക്ക് തലവെക്കാൻ പോവാ. എന്താ പോരുന്നോ? അയ്യേ, എനിക്ക് തീരെ ടൈമില്ല, അതുകൊണ്ടാ. എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോണല്ലേ. ദാ ഇത് വെച്ചു. അയ്യേ, എനിക്കൊന്നും വേണ്ട കള്ളന്മാരുടെ കാശ്. വേണ്ടെങ്കി വേണ്ടീ. അല്ല പിന്നെ നീ പോയിരുന്ന കണ്ണുവട്ടന്റെ ഉടനെ പിച്ചണ്ട്. നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട കൊന്നോളെ ഞാൻ.